ഇന്നിവിടെ നടക്കുവാൻ പോകുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ താക്കോൽ കൂട്ടം ഏറ്റെടുക്കുന്നതിലൂടെയാണ് അതിന്റെ മലങ്കര സഭയുടെ ഭാഗമായി തീരുന്നു എന്നുള്ള ആ ഉടമസ്ഥതാബോധം ഇവിടെ നിറവേറ്റപ്പെടുന്നത്. കല്ലിടിയിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് നീളം, 6 ഇഞ്ച് വീതി, 6 ഇഞ്ച് ഉയരമുള്ള ഒരു പ്രധാനപ്പെട്ട ശില, അതിന്റെ നടുവിൽ ആ ശിലയുടെ മുകൾ ഭാഗത്ത് അതിന്റെ നടുവിൽ ഒരു കുഴിച്ച് എടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ശിലയാണത്. ആ ശില പരിശുദ്ധ ത്രോണോസിന്റെ കിഴക്ക് വശത്ത് പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള ഒരു കുഴിക്കകത്ത് പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ നിന്ന് സ്ഥാപിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ. പരിശുദ്ധ മൂറോൻ 2 കാര്യങ്ങൾക്ക് മാത്രമാണ് സഭയിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ദേവാലയം അഭിഷേകം ചെയ്യാനും, മറ്റൊന്ന് പരിശുദ്ധ മാമോദീസായിക്കും. ഇത് രണ്ടിനും ഒഴിച്ച് മറ്റൊരു കാര്യത്തിനും പരിശുദ്ധ മൂറോൻ നമ്മൾ ഉപയോഗിക്കുകയില്ല. അത്രയും ഗൗരവമുള്ളതാണ്. അതാണ് അടിസ്ഥാന ശിലയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ ശിലയുടെ മുകൾ ഭാഗത്ത് കുഴിക്കപ്പെട്ടിരിക്കുന്ന കുഴിക്കകത്ത് ഒരു വെള്ളിച്ചെപ്പും, വെള്ളിച്ചെപ്പിനകത്ത് 12 ചെറുകല്ലുകളും, ആ ചെറുകല്ലുകളോടൊപ്പം പരിശുദ്ധ സ്ലീബായുടെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു കൊച്ചു സ്ലീബായും അതിലടക്കം ചെയ്യും. അതില് പ്രധാനപ്പെട്ട ഈ 6 ഇഞ്ച് ഒരു ക്യൂബിക് ലെവലിലുള്ള ആ ശില കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതിനകത്ത് അടക്കം ചെയ്യുന്ന 12 ചെറുകല്ലുകൾ 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതിനകത്ത് കുന്തിരിക്കമണികൾ ചേർത്ത് വെക്കുന്നു. അത് പരിശുദ്ധ വിശ്വാസികളുടെ സാന്നിധ്യമാണ്. അതായത് പരിശുദ്ധ സഭ ഈ ദേവാലയം സ്ഥാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന പ്രധാന ശിലയും 12 അപ്പോസ്തലന്മാരാകുന്ന 12 ചെറു കല്ലുകളും അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ സമൂഹവും, ഇത് എല്ലാം ഉൾപ്പെട്ട ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഉൾപ്പെട്ട ഒന്നിന്മേലാണ് ദേവാലയം സ്ഥാപിക്കപ്പെടുന്നത്. നമ്മുടെ പിതാക്കന്മാർ ഇതൊക്കെ വളരെ അർത്ഥവത്തായി കവനം ചെയ്ത് ക്രമീകരിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശുശ്രൂഷ നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ നിറവേറ്റാൻ തക്കവണ്ണം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അത് ഏറ്റവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഒരുക്കത്തോടെ പരമാവധി നന്നായി അത് ചെയ്യാൻ തക്കവണ്ണമുള്ള ചുമതലയാണ് നമുക്കുള്ളത്. ഇതാണ് ശിലാസ്ഥാപന ശുശ്രൂഷയുടെ കാതലായ ശുശ്രൂഷാ ഭാഗം. അത് കഴിഞ്ഞ് ദേവാലയ ശുദ്ധീകരണത്തിന്റെ അല്ലെങ്കിൽ കുദാശയുടെ ഒരു ഇൻട്രഡക്ടറി പാർട്ട് കൂടെ ഇന്ന് നടത്തും. കാരണം അതൊരു പൊതുവായ ഒരു ഇൻട്രഡക്ഷൻ. അത് ഒരുപാട് പാട്ടുകളാണ്. ആ പാട്ടുകളിലൊക്കെ ദേവാലയത്തെ കുറിച്ചുള്ള വർണ്ണനകളാണ്. ഈ 2 ശുശ്രൂഷയാണ് ഇന്ന് ഇവിടെ നിർവഹിക്കുവാനുള്ളത്. ഏകദേശം ഒരു 2 മണിക്കൂർ ദൈർഘ്യം അതിനുണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സമയം വളരെ കൂടുന്നുവെന്ന് കാണുമ്പോൾ ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും മൽപ്പാൻ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന MP ജോർജിനോട് ഉണ്ട്. നാളെ 2 ശുശ്രൂഷകൾ കൂടെ ഉണ്ട്. അതൊന്ന് പരിശുദ്ധ മർബകായും അതുപോലെ തന്നെ പരിശുദ്ധ തബിലൈത്തായും പരിശുദ്ധ ബലിപീഠവും പരിശുദ്ധ തബിലൈത്തായും മൂറൻ അഭിഷേകത്താൽ ശുദ്ധീകരിക്കുന്ന ആ ശുശ്രൂഷയാണ്. അതാണ് നാളെ നടത്തുവാൻ പോകുന്ന ആദ്യത്തെ ശുശ്രൂഷയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പരിശുദ്ധ മദ്ബഹായും ഹൈക്കലായും, ഹൈക്കല എന്ന് പറയുന്നത് ഈ വലിയ കെട്ടിട ഭാഗം, അതും പരിശുദ്ധ മൂറൻ അഭിഷേകത്താൽ നാളെ ശുദ്ധീകരിക്കുവാൻ പോകുകയാണ്. അതിനും ഒരു 2-2.5 മണിക്കൂർ നാളെ അതിന് മാത്രം നമ്മൾ മനസ്സിൽ കാണണം. അത് കഴിഞ്ഞ് വേണം വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാൻ. ഇത് ഒരു ലോങ് സർവീസാണ്. ഈ ദേവാലയത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ശുശ്രൂഷ നീ നടത്തേണ്ടതില്ല, നടത്തുവാൻ പാടില്ല. അതുകൊണ്ട് ഇത് അല്പം ലോങ് സർവീസ് ആണ് എങ്കിൽ പോലും അതിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾക്കൊന്നും പോറലേൽക്കാതെ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവസന്നിധിയിലും പിതാക്കന്മാർ നമ്മെ ഏൽപ്പിച്ച വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലും അതിനെ ഒരു സംതൃപ്തി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയുള്ളൂ. ഇത് പരമാവധി നിങ്ങൾ ഒരുപാട് ഒരുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ അതെന്റെ ഈ ഉത്തരവാദിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ ശുശ്രൂഷകളൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇത് പരിശുദ്ധ പരിശുദ്ധ റൂഹായുടെ പരിശുദ്ധ റൂഹായാണ് ഈ ശുശ്രൂഷ എല്ലാം ചെയ്യുന്നത്.
ബലഹീനരായ ഞങ്ങളുടെ കൈകളും കാലുകളും നിങ്ങളുടെ നാവുകളും നിങ്ങളുടെ ശബ്ദവും ഒക്കെ അതിന് ഉപയോഗിക്കപ്പെടുന്നു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. അത് ഏറ്റവും ഭംഗിയായി അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഇടയാകണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ദേവാലയത്തിന്റെ കെട്ടിട സമുച്ചയങ്ങൾ നാം ശുദ്ധീകരിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സമവാക്യങ്ങൾ അല്ലെങ്കിൽ സൂചനകളാണുള്ളത്. ഒന്ന്, ഈ എർത്തിലി മെറ്റീരിയൽസ്, ഈ ഭൗമികമായ വസ്തുക്കൾ ഉപയോഗിച്ച് പണിതുയർത്തപ്പെട്ട ദേവാലയവും, എന്നാൽ പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മനുഷ്യ ഹൃദയമാകുന്ന ദേവാലയവും. കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ എല്ലാവരും ഓരോ കൊച്ചു പള്ളികളാണ്, ദേവാലയങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്നത് ഓരോ കവാടങ്ങളും പരിശുദ്ധ മൂറാൻ ഉപയോഗിച്ച് മുദ്രണം ചെയ്യുമ്പോൾ ദൈവമേ ഈ ദേവാലയത്തെയും ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്നാണ്. ഈ കെട്ടിടമാകുന്ന ദേവാലയവും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഉയർത്തപ്പെടുന്ന ഒരു ദേവാലയവുമുണ്ട്. ഈ രണ്ട് ദേവാലയങ്ങളും നാളെ വിശുദ്ധീകരിക്കപ്പെടും, ഇന്നും നാളെയുമായി വിശുദ്ധീകരിക്കപ്പെടും. അതിനുള്ള ഒരുക്കമാണ് പ്രധാനമായി വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ അല്പം സൂചനകൾ പറഞ്ഞത് കൂടിയോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായിരുന്നാലും ഈ സമയത്ത് ഈ ദേവാലയം, ഈ ഇടവക പരിശുദ്ധ സഭാഗാത്രത്തിന്റെ ഭാഗമായി തീരുന്നതിന്റെ സൂചനയായി ആ താക്കോൽ കൂട്ടം ഈ സഭയുടെ ഒരു പ്രതിനിധി, പ്രധാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഏറ്റുവാങ്ങാൻ തക്കവണ്ണം അതിന്റെ ചുമതലക്കാർ സമർപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഈ ദേവാലയത്തിന്റെ നിർമ്മാണ ജോലികൾ ഇതിന്റെ പണി ആരംഭിച്ചിട്ട് അധികം നാളായിട്ടില്ല. ഈ ദേവാലയത്തിന്റെ, ഈ ഇടവകയുടെ അപാലവൃദ്ധം എല്ലാവരും ഒരുമിച്ച് ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോ ദിവസവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിൽ കാണുന്ന ഈ മനോഹരമായ ദേവാലയം ഇവിടെ ഉയരുവാൻ ഇടയായത്. ദൈവത്തിന്റെ മഹാകരുണയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവസന്നിധിയിൽ പൂർണ്ണമായും നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കുവാനുള്ള ഒരു സമയമാണ്. ദൈവത്തോടുള്ള നന്ദി കരയേറ്റിക്കൊണ്ട് പരിശുദ്ധ കത്തോലിക്ക പാവത്തിനുവേണ്ടി ഓർപ്പിച്ചതുപോലെ ഇത് സഭയുടെ ഭാഗമായി മാറുന്ന ഒരു ധന്യമായ മുഹൂർത്തമാണ് ഇപ്പോൾ നടക്കുവാനായിട്ട് പോകുന്നത്. നാം ഇത് പണിയുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇത് സഭയുടെ ഭാഗമായി മാറുമ്പോഴാണ് നാം സഭയുടെ അംഗങ്ങളായി അഭിമാനത്തോടെ നിൽക്കുവാനായിട്ട് ഇടയാകുന്നു. പരിശുദ്ധ കത്തോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളുകയും അഭിവന്ദ്യരായ ഇടവമെത്രാപ്പൊലീത്ത അലക്സിയോസ് മാർ യോസേഫോസ് തിരുമേനിയും, അഭിവന്ദ്യനായ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും, അഭിവന്ദ്യനായ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയും, അഭിവന്ദ്യനായ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനിയും ഈ അനുഗ്രഹമായിട്ടുള്ള ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നാം ഓരോരുത്തരും വന്ദ്യരായ വൈദികരും ശമാശന്മാരും ഈ കാണുന്ന വിശ്വാസ സമൂഹവും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഈ ബിൽഡിംഗ് കമ്മിറ്റിയുടെ കൺവീനറായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ഈ പണികളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ നിത്യശ്രദ്ധനായിട്ട് വളരെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ജെയിംസ് തേക്കിങ്കൽ. ജെയിംസ് തേക്കിങ്കലാണ് ഇപ്പോൾ ദേവാലയത്തിന്റെ താക്കോൽ പരിശുദ്ധ പിതാവിനെ ഏൽപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് അത് ഇടവമെത്രാപ്പൊലീത്തയെ ഏൽപ്പിക്കുകയും ഇടവമെത്രാപ്പൊലീത്ത അത് ഇടവകയുടെ വികാരി എന്നുള്ള നിലയിൽ ബലഹീനായി എന്നെ ഏൽപ്പിക്കുകയും ഞാൻ എനിക്ക് വേണ്ടി ഇടവകയുടെ ട്രസ്റ്റി മിസ്റ്റർ പ്രിൻസ് സാഗറായെ അത് ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ജെയിംസ് തേക്കിങ്കൽ മുന്നോട്ട് വന്ന് പരിശുദ്ധ പിതാവിനെ താക്കോൽ ഏൽപ്പിക്കും. ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഞാൻ ദേവലോകത്തേക്ക് കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ ഏൽപ്പിച്ചു പോവുകയാണ്. ഈ ഭദ്രാസനത്തിന് മെത്രാപ്പൊലീത്തായെ മലങ്കര സഭയാൽ നിയോഗിക്കപ്പെട്ട പിതാവിനെ ഞാനിത് ഏൽപ്പിക്കുന്നു. പിതാവ് അത് ഇവിടുത്തെ വികാരി അച്ഛനെ ഏൽപ്പിക്കുകയും തുടർന്ന് നേരത്തെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ തിരിച്ചു ചെയ്യും എന്നുള്ള കാര്യവും ഓർപ്പിക്കുകയാണ്.
പരിശുദ്ധ സഭയുടെ ഭാഗമായി തീരുന്ന ഈ ദേവാലയത്തിൻ്റെ എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയനായ എന്നെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ്തിരിയൻ ബാവാതിൽ നിൽച്ചുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് താക്കോൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഈ ഇടവകയുടെ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛനെ എപ്പോൾ ചോദിച്ചാലും തിരിച്ചു തരണം എന്നുള്ള ഓർമ്മിപ്പിക്കലോടുകൂടി താക്കോൽ വളരെ ചരിതാർത്ഥ്യം നിറഞ്ഞ ഒരു നിമിഷമാണിത്. ഞാൻ ഈ സമയത്ത് പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമേനിയുടെ തൃപാദങ്ങളിൽ ആദരവോടെ പ്രണമിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരോടുള്ള അനുവാദത്തോടെ താക്കോൽ ഏറ്റുവാങ്ങുന്നു. ഈ സമയത്ത് രണ്ട് അഭിവന്യരായ പിതാക്കന്മാരെ ഞാൻ വിസ്മരിക്കുന്നത് ശരിയാവുകയില്ല എന്ന് വിചാരിക്കുകയാണ്. അഭിവന്യ മധ്യസ് മാർ ബൽവാസ് തിരുമേനിയും അഭിവന്യ സക്കറിയാസ് മാർ നിക്കോളാവസ് തിരുമേനി. അഭിവന്യ ബൽവാസ് തിരുമേനിയാണ് എന്നെ ഈ ദേവാലയത്തിലേക്ക് നിയമിച്ചത്. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഈ ഇടവകയുടെ ശുശ്രൂഷ അനുഷ്ഠിച്ചു വരുന്നു. ഇപ്പോൾ ഈ ധന്യമായ ഈ മുഹൂർത്തം ദൈവദത്തമായ ഒരു അസുലഭമായ സന്ദർഭമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയും ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ താക്കോൽ ഞാൻ ഏറ്റുവാങ്ങുകയും അതോടൊപ്പം ഇടവകയുടെ ഇപ്പോഴത്തെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട നമുക്കേവർക്കും പ്രിയങ്കരനായ പ്രിൻസാക്കറായെ അത് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധ പിതാവും പുത്രാപുരത്തായും ഓർപ്പിച്ചത് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇത് സഭയുടെ വകയാണ്, സഭയ്ക്ക് വേണ്ടിയാണ് ഇത് ഏറ്റെടുക്കുന്നത്. സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഈ പള്ളി സൂക്ഷിക്കുവാനും ഇതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും ഫ്രണ്ട്സിന് വളരെയേറെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇടവാംഗങ്ങളെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ്. ഏകദേശം 500 പേരോളം 5 വർഷം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നടക്കുന്നത്. അത് ഇത്ര വളരെ സന്തോഷകരമായ ഒരു ദിവസമാക്കി തീർത്തത് അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഈ ഇടവക പൊതുയോഗത്തിൻ്റെ അനുവാദത്തോടു കൂടി, ഇതിന് ഒത്തിരി കഷ്ടപ്പെട്ട ഈ ബിൽഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ അനുവാദത്തോടു കൂടി, നമ്മളുടെ ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ കീ ഞാൻ സ്വീകരിക്കുന്നു. ഇത് തിരിച്ചു കിട്ടിയതിൽ നമ്മൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. തിരുമനസിനോടും തിരുമേനിയോടും അച്ഛനോടും ഇവിടെ നിൽക്കുന്ന എല്ലാ വൈദികന്മാർക്കും ശുശ്രൂഷക്കാരോടും ഞാൻ ഈ സന്തോഷവേള പങ്കുകൊണ്ടുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ്